ഡിസ്കൗണ്ടിങ് ടെക്നിക്ക്. സോ നോൺ ഡിസ്കൗണ്ടിങ് ടെക്നിക്കിൽ നമ്മൾ 3 ഡിസ്കസ് ചെയ്തു. 1 അർജൻസി, 2 പേ ബാക്ക്, 3 പോസ്റ്റ് പേ ബാക്ക്. 3 അറിഞ്ഞിരിക്കുക. ഇതിലെ വിഷയങ്ങളൊന്നും ഇല്ലാന്ന് വിചാരിക്കുന്നു. 4-മത്തത് ആവറേജ് റേറ്റ് ഓഫ് റിട്ടേൺ, ARR, അല്ലെങ്കിൽ അക്കൗണ്ടിങ് റേറ്റ് ഓഫ് റിട്ടേൺ. നമ്മൾ മുമ്പ് ചെയ്ത 2 ഇവിടെയും തന്നെ മണി വാല്യൂ കൺസിഡർ ചെയ്യുന്നില്ല, ടൈം വാല്യൂ ഓഫ് മണി കൺസിഡർ ചെയ്യുന്നില്ല, നോൺ ഡിസ്കൗണ്ടിങ് ആണ്. കഴിഞ്ഞ 2 നിന്നും വ്യത്യസ്തമായിട്ട് ഇവിടെ നമ്മൾ പ്രോഫിറ്റബിലിറ്റി പെർസെൻറ്റേജിൽ പറയും. നമ്മുടെ ഇൻവെസ്റ്റ്മെന്റിന്റെ എത്ര പെർസെൻറ്റേജ് ആണ് നമ്മുടെ ഇൻകം എന്നുള്ളത് നമ്മൾ ഡിനോട്ട് ചെയ്യും. അപ്പോൾ പെർസെൻറ്റേജിൽ പറയാൻ കഴിയും. മറ്റത് നമ്മൾ ഓവറാൾ ഇത്ര പ്രോഫിറ്റ് ആണ് കിട്ടുന്നത് എന്നേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ രണ്ടിൻ്റെയും പ്രശ്നം എന്താ വെച്ചാൽ, നമ്മളിപ്പോൾ 10 ലക്ഷം രൂപ പ്രോഫിറ്റ് ബെസ്റ്റ് എന്ന് പറയാൻ പറ്റുമോ? വേണ്ട. 2 കോടി പ്രോഫിറ്റ് ബെസ്റ്റ് എന്ന് പറയാൻ പറ്റുമോ? പറ്റുമോ? പറയട്ടില്ലേ? പറ്റൂലെങ്കിൽ പറ്റും, സോറി പറ്റൂല അല്ലെങ്കിൽ പറ്റും എന്ന് പറയും. രണ്ട് കോടി പ്രോഫിറ്റ് ഉണ്ട് സ്ഥാപനത്തിന്, ബെസ്റ്റ് ആണോ ബെറ്റർ ആണോ? സ്ഥാപനം ബെറ്റർ ആണോ? അല്ലേ? ബെറ്റർ ആണ്. 10,000 രൂപ പ്രോഫിറ്റ് ഉള്ളൂ, നഷ്ടമാണെന്ന് പറയാൻ പറ്റില്ല, പ്രോഫിറ്റ് ആണ്, ബെറ്റർ അല്ല എന്ന് പറയുന്നു അല്ലേ? പക്ഷെ നിങ്ങൾ ഇങ്ങനെ ആലോചിച്ച് നോക്കി, ഈ 2 കോടി പ്രോഫിറ്റ് ഉള്ള സ്ഥാപനത്തിന്റെ ഇൻവെസ്റ്റ്മെന്റ് 10,000 കോടി എന്നു. 10,000 കോടി ഇറക്കിയിട്ടാണ് 2 കോടി ലാഭം കിട്ടിയത്. ബെറ്റർ ആണോ? അല്ല. വെറും 10,000 റുപ്യ പ്രോഫിറ്റ് കിട്ടിയത് വെറും 25,000 റുപ്യ മുടക്ക് മുതലല്ല. 25,000 മുടക്കിയിട്ട് 10,000 റുപ്യ പ്രോഫിറ്റ് കിട്ടി. അപ്പൊ അത് മോശം എന്ന് പറയാൻ പറ്റുമോ? മോശം എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. പക്ഷെ പോസ്റ്റ് ബാക്ക് പീരീഡ് പ്രകാരം നോക്കി നോക്ക്, ഈ 2Xന് 10,000 കോടി ഇൻവെസ്റ്റ്മെന്റ് വേണം. പിന്നെ അതിന് കിട്ടുന്നത് പ്രോഫിറ്റ് എന്ന് പറഞ്ഞത് 2 ലക്ഷമാണ്, സോറി 2 കോടിയാണ്. ഇപ്പുറത്ത് വൈക്ക് ആകെ ഇൻവെസ്റ്റ്മെന്റ് വേണ്ടത് 20,000 ആണ് ഇൻവെസ്റ്റ്മെന്റ് വേണ്ടത്. അതിന് 10,000 പ്രോഫിറ്റ് കിട്ടി. നമ്മളെന്താ പോസ്റ്റ് ബാക്ക് പീരീഡ് പ്രകാരം എഴുതി വെക്കുക? ഹയസ്റ്റ് പ്രോഫിറ്റ് എക്സിനാണ്. അപ്പോൾ എക്സ് ആണ് ബെറ്റർ എന്ന് പറഞ്ഞ എഴുതിയേക്കും. ഒന്ന് ചിന്തിച്ചു നോക്ക് പോസിറ്റീവ്ലി, അവിടെ എക്സ് ആണോ ബെറ്റർ? ആണോ? ആണോ കുട്ടികളെ? വെറും 20,000 രൂപ വെച്ചിട്ട് 10,000 അഡീഷണൽ പ്രോഫിറ്റ് കിട്ടി. മറ്റോടത്ത് 20,000 10,000 കോടി വെച്ചിട്ട്, അല്ലെങ്കിൽ 2,000 കോടിയൊക്കെ വെച്ചിട്ട് ആകെ 2 ലക്ഷം രൂപ 2 കോടി പ്രോഫിറ്റ് കിട്ടി എന്ന് പറഞ്ഞാൽ പെർസെൻറ്റേജ് മാറ്റിക്കുമ്പോൾ എത്രയോ കുറവാണ്. അപ്പൊ നമ്മൾ ആ ഒരു ലിമിറ്റേഷൻ കവർ ചെയ്യാൻ വന്ന ഒരു സെപ്പറേറ്റ് മെത്തേഡാണ് ARR. പെർസെൻറ്റേജ് പറയും, അപ്പൊ പ്രശ്നമല്ല. ഒന്നാലോചിച്ച് നോക്ക്, 2,000 കോടിയിൽ 2 കോടി എന്ന് പറഞ്ഞാൽ ആകെ എത്ര ഉള്ളൂ? 0.01%. ഒരു പെർസെൻറ്റേജും കൂടെ അല്ല, 0.1%. ഇപ്പുറത്തോ 20,000 10,000 കിട്ടിയാണല്ലോ, 50%. അപ്പൊ പെർസെൻറ്റേജ് നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഏതാണ് ബെസ്റ്റ് എന്ന് വിലയിരുത്താൻ പറ്റും. അതാണ് ഇവിടെ ചെയ്യുന്നത്. ഏതിന്റെ ബേസിൽ? ആവറേജ് റേറ്റ് ഓഫ് റിട്ടേൺ. ഇറ്റ് ഈസ് ആൾസോ കാൾഡ് എന്താണ്? ARR, അല്ലെങ്കിൽ വേറെ സംഗതി കൂടെ വിളിക്കും, ആവറേജ് റേറ്റ് ഓഫ് റിട്ടേൺ ഓർ അക്കൗണ്ടിങ് റേറ്റ് ഓഫ് റിട്ടേൺ. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? അതിനെ വേറൊരു പേരും കൂടെ വിളിക്കും, അക്കൗണ്ടിങ് റേറ്റ് ഓഫ് റിട്ടേൺ. എന്താണ്? അപ്പൊ അത് ഓർത്താൽ മതി. അപ്പൊ അക്കൗണ്ടിങ് റേറ്റ് ഓഫ് റിട്ടേൺ അത് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ല എന്ന് പറയരുത്, അത് തന്നെയാണ് ഈ സാധനം. അതിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ആവറേജ് ഇൻകം ഡിവൈഡഡ് ബൈ ആവറേജ് ഇൻവെസ്റ്റ്മെന്റ്. ആവറേജ് ഇൻകം എത്രയേ ഉള്ളൂ ഫസ്റ്റ് കൊല്ലത്തില്. ഇവിടെ ക്യാഷ് ഫ്ലോ അല്ല എടുക്കുക, ഇൻകം ആണ് എടുക്കുക.
ഇൻകം ക്യാഷ് ഫ്ലോ തമ്മിൽ വ്യത്യാസമുണ്ട്. ഇൻകം എന്ന് പറയുമ്പോൾ നമുക്ക് നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസും കൂടെ പരിഗണിക്കും. ഡിപ്രീസിയേഷൻ പോലെ ക്യാഷ് ഫ്ലോ ഇല്ലാത്ത ഐറ്റംസും കൂടെ കുറച്ചിട്ടുള്ളതാണ് ഇൻകത്തിൽ പരിഗണിക്കുക. കാരണം ചുരുക്കി പറഞ്ഞാൽ ഡിപ്രീസിയേഷൻ പോലുള്ള നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസുകൾ പരിഗണിക്കും. ക്യാഷ് ഫ്ലോയിൽ അത് പരിഗണിക്കൂല, ഡിപ്രീസിയേഷൻ ഫ്ലോ അല്ല, അപ്പൊ അത് എടുക്കാറില്ല. അപ്പൊ ഇവിടെ ആവറേജ് റേറ്റ് ഓഫ് റിട്ടേണിൽ നമ്മൾ എന്ത് പരിഗണിക്കുന്നുണ്ട്? ഡിപ്രീസിയേഷനും കൂടെ അഡ്ജസ്റ്റഡ് ആണെന്നുള്ളത് ഓർത്താൽ മതി. ഇപ്പൊ ആവറേജ് ഇൻകം ഓരോ വർഷം വരുന്ന ഇൻകം ഉണ്ടാവും. അപ്പൊ 10 വർഷം അത് യൂസ് ചെയ്യാൻ പറ്റുമോ വിചാരിച്ചോ? ഒന്നാമത്തെ വർഷം 2 ലക്ഷം, ഒന്നാമത്തെ വർഷം 2 ലക്ഷം, രണ്ടാമത്തെ വർഷം 1 ലക്ഷം, അങ്ങനെ വെച്ചിട്ട് 10 വർഷത്തേക്ക് ഒരു എമൗണ്ട് ഉണ്ടാവും. അതിന്റെ ആവറേജ് എങ്ങനെ കാണാ? നിങ്ങളുടെ ടോട്ടൽ മാർക്കിന്റെ ആവറേജ് എങ്ങനെ നിങ്ങൾ കാണില്ല? 5 സബ്ജക്റ്റ് ആണ്, എല്ലാതും 80-ലാണ്. നിങ്ങൾക്ക് 60, 62, 63 ഒക്കെ പഠിച്ചിട്ട് കിട്ടി. നിങ്ങൾ എങ്ങനെ ആവറേജ് കാണാറ്? എത്ര മാർക്കാണ് കിട്ടിയത് ഓരോന്നിനും? ഡിവൈഡഡ് ബൈ 100 ആ? എനിക്ക് മനസ്സിലായില്ല. അങ്ങനെ അത് പെർസെൻറ്റേജ് കാണാനല്ലേ? ആവറേജ് എങ്ങനെയാണ്? നിങ്ങളെ ഒറ്റ ആളത് എക്സ് എന്ന് പറഞ്ഞ ആൾ ക്ലാസ്സിൽ വിചാരിച്ചോ. എക്സ് എന്ന് പറഞ്ഞ ആളുടെ 5 സബ്ജക്റ്റ് ഉണ്ട്. 5 സബ്ജക്റ്റിന്റെ ആവറേജ് എങ്ങനെ കാണാം? വെരി ഗുഡ്. അവിടെ വന്നു. ഇതാ ഇങ്ങനെ 5 സബ്ജക്റ്റ് ഉണ്ട്. 5 സബ്ജക്റ്റിന്റെ മാർക്കാണ് കൂട്ടുക. 63, 64, 67, 68 ഒക്കെ പാടാണ് കൂട്ടുക. ഡിവൈഡ് ബൈ 5. എത്ര സബ്ജക്റ്റാ? 5 അല്ലേ? അത്രേ ഉള്ളൂ. എത്ര മാർക്കാണ്? ആവറേജ് കാണാൻ ഇത്രേ ഉള്ളൂ. ഇനി ക്ലാസിന്റെ ആവറേജ് എടുക്കാനാണ് എങ്ങനെ? നിങ്ങളെ ക്ലാസ്സിലെ FM-ന്റെ ആവറേജ് എടുക്കാനാണ് വിചാരിച്ചു. അപ്പൊ എന്ത് ചെയ്യാ? എല്ലാ കുട്ടികളുടെ FM-ന്റെ മാർക്ക് കൂട്ടുക, എന്നിട്ട് എത്ര കുട്ടികളാണെന്ന് ഡിവൈഡ് ചെയ്യും. അങ്ങനെ എന്റെ 5 സബ്ജക്റ്റിന്റെ ആവറേജ് കാണുകയാണെങ്കിൽ എന്റെ 5 സബ്ജക്റ്റുകൾ കൂട്ടുക, 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ ഇവിടെ ആവറേജ് ഇൻകം എങ്ങനെ ആയിരിക്കും? 10 വർഷമാണെങ്കിൽ 10 വർഷത്തെ ഇൻകം കൂട്ടിയിട്ട് എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യാ? 10 വർഷം കൊണ്ട് 10 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ എന്ത് കിട്ടും? ആവറേജ് കിട്ടും. നെക്സ്റ്റ് ആവറേജ് ഇൻവെസ്റ്റ്മെന്റ്. ആവറേജ് ഇൻവെസ്റ്റ്മെന്റ് ഈസ് ഈക്വൽ ടു ഒറിജിനൽ ഇൻവെസ്റ്റ്മെന്റ് പ്ലസ് കോസ്റ്റ് അറ്റ് ദ എൻഡ് ഓഫ് ലൈഫ്. അതിനെ നമ്മൾ സ്ക്രാപ്പ് എന്നൊക്കെ വിളിക്കും. അപ്പൊ പൊതുവെ സ്ക്രാപ്പ് ഏതിനുണ്ടാവുക വെച്ചാല് നമ്മൾ ഈ മെഷീനറീസ് ഉണ്ടാവില്ലേ? ഈ മെഷീനറികൾക്കൊക്കെ നമ്മള് എന്ത് കിട്ടാറുണ്ട്? ലാസ്റ്റ് ഇപ്പൊ ഒന്നും വേണ്ട, ഒരു മെഷീനറി ഉണ്ട് ഇവിടെ, 1 ലക്ഷം രൂപയ്ക്ക് വാങ്ങിച്ചതായിരുന്നു. ആ വാങ്ങിച്ചതാണ് ഒറിജിനൽ ഇൻവെസ്റ്റ്മെന്റ്. ദെൻ കഴിഞ്ഞു പോകുമ്പോ അതിനൊരു സ്ക്രാപ്പ് കിട്ടും, ഒരു 10,000 വിചാരിച്ചു. അപ്പൊ നമ്മൾ ഇവിടെ ആവറേജ് ഇൻവെസ്റ്റ്മെന്റ് കാണണം. എന്തിനാ വെച്ചാല് എല്ലാ വർഷവും ഇതിന് 1 ലക്ഷം വിലയില്ല, ആവറേജ് അല്ലേ നോക്കുന്നത്. അപ്പൊ ഇന്ന് 1 ലക്ഷം ഉണ്ടെങ്കിൽ അടുത്ത കൊല്ലത്തിന് ചിലപ്പോൾ 90 ഉണ്ടാവുള്ളൂ, അടുത്ത അതിന്റെ കൊല്ലത്ത് 80 ഉണ്ടാവുള്ളൂ. അങ്ങനെ 10 കൊല്ലം കൊണ്ട് ലാസ്റ്റ് വർഷം 10,000 ആവും. ആ 10,000-ത്തിന് അതുകൊണ്ട് എടുത്ത് വെക്കുകയും ചെയ്യും. ഇങ്ങനെയാണ് ചെയ്യുക സ്ക്രാപ്പ്. അപ്പൊ നമുക്ക് ആവറേജ് മുടക്ക മുതലായാല് ഇൻവെസ്റ്റ്മെന്റ് ആണ് അതിൽ വേണ്ടത്. ഈ മെഷീനറികളുടെ കേസിലൊക്കെയാണ് സ്ക്രാപ്പ് വരുള്ളൂ. അല്ലാത്ത ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വിചാരിച്ചോ, അപ്പോഴും സ്ക്രാപ്പ് എങ്ങനെ വരും? ഒന്നിച്ച് ഈ പറഞ്ഞ പോലെ ബിൽഡിങ്ങോ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ തിരിച്ചു വെക്കുമ്പോൾ അങ്ങനെ ഉണ്ടാവും. അപ്പൊ സ്ക്രാപ്പ് ഉണ്ടെങ്കിൽ ഒറിജിനൽ ഇൻവെസ്റ്റ്മെന്റിന്റെ കൂടെ നമുക്ക് ആ സ്ക്രാപ്പും കൂടെ ആഡ് ചെയ്ത് അതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോഴാണ് നമുക്ക് ആവറേജ് ഇൻവെസ്റ്റ്മെന്റ് കിട്ടുക. ആവറേജ് ഇൻവെസ്റ്റ്മെന്റ് എന്തിനാ നോക്കണെന്ന് ചോദിച്ചാല് നമ്മൾ എന്തായാലും കുട്ടികളെ ഓരോ വർഷം കൂടുമ്പോൾ ഒന്നുമില്ലെങ്കിൽ ആ ഇൻവെസ്റ്റ്മെന്റിന്റെ വാല്യൂവിൽ ചേഞ്ച് വന്നിട്ടുണ്ടാവും. ഏത് മെഷീനറികളും മറ്റൊക്കെ ആണെങ്കിൽ, സ്ക്രാപ്പ് ഉള്ള ഐറ്റംസ് ഒക്കെ ആണെങ്കിൽ. അപ്പൊ എന്ത് ചെയ്യാ? ആവറേജ് ഇൻവെസ്റ്റ്മെന്റ് കാണാൻ വേണ്ടിയിട്ട് ഒരു പരിപാടി ചെയ്താൽ മതി. മുടക്കുമുതൽ എത്രയാണോ അതിന്റെ കൂടെ സ്ക്രാപ്പ് ആഡ് ചെയ്യുക, 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. എത്ര കൊണ്ട്? അപ്പൊ അതിൽ എന്ത് ചെയ്തിട്ടുണ്ടാവും? ആ ഡിപ്രീസിയേഷൻ ഒക്കെ അഡ്ജസ്റ്റഡ് ആയിട്ട് കൃത്യമായിട്ടുള്ള ഓരോ വർഷത്തെ ആവറേജ് ആയിട്ട് മാറിയിട്ടുണ്ടാവും.
നമ്മൾ ഈ ആവറേജ് സ്റ്റോക്ക് ഒക്കെ കാണുന്ന അതേപോലെ തന്നെ. അപ്പൊ ആവറേജ് ഇൻവെസ്റ്റ്മെന്റ് ആണ് ഇവിടെ വേണ്ടത്. ARRന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ആവറേജ് ഇൻകം ഡിവൈഡഡ് ബൈ ആവറേജ് ഇൻവെസ്റ്റ്മെന്റ് എങ്ങനെ കാണാ വെച്ചാൽ രണ്ട് ഇക്വേഷൻ കാണാറുണ്ട്. ഒറിജിനൽ ഇൻവെസ്റ്റ്മെന്റ് പ്ലസ് കോസ്റ്റ് അറ്റ് ദ എൻഡ് ഓഫ് ലൈഫ് എന്ന് പറഞ്ഞാൽ ആ സാധനത്തിന് ലാസ്റ്റ് വരുന്നതിന് എത്രയാണ് വില അത്രയുള്ളൂ ഉദ്ദേശിച്ചത്. എന്ന് പറഞ്ഞാൽ സ്ക്രാപ്പ് കേട്ടോ, സ്ക്രാപ്പ് അതാണ് ഉദ്ദേശിച്ചത്. ഇപ്പൊ മെഷീനറികൾക്കൊക്കെയാണ് അത് പൊതുവെ ഉണ്ടാവാറ്. ഇത്ര ആലോചിച്ചാൽ മതി. അത് ഒന്നുമില്ല വിചാരിച്ചോ, ഒന്നുമില്ലാതെയാണ് ഈ വേസ്റ്റ് അസറ്റ് ആണെങ്കിൽ അവിടെ ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ 0 ആഡ് ചെയ്ത് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം ആവറേജ് കിട്ടാൻ വേണ്ടിയിട്ട്. കാരണം എന്താ, 10 വർഷത്തേക്കാണെങ്കിൽ തുടക്കത്തിൽ അതിന് 10 ലക്ഷം ഉള്ളൂ. രണ്ടാമത്തെ വർഷം ആകുമ്പോൾ അതിന് ചിലപ്പോൾ 1 ലക്ഷം കുറഞ്ഞിട്ടുണ്ടാവും. മൂന്നാമത്തെ വർഷം ആകുമ്പോൾ ഒരു പിന്നെയും കുറഞ്ഞിട്ടുണ്ടാവും. ആ അസറ്റിന്റെ വാല്യൂവിനാണ് അവിടെ പ്രാധാന്യം. അങ്ങനെയാണ് നമ്മൾ ARR കാണേണ്ടത്. അല്ലാതെ തുടക്കത്തിലുള്ള എത്ര പൈസ മുടക്കി അതല്ല നമ്മളിവിടെ കണ്ടുപിടിക്കുന്നത്. ഒറിജിനൽ ഇൻവെസ്റ്റ്മെന്റ് പ്ലസ് സ്ക്രാപ്പ് ഓർ കോസ്റ്റ് അറ്റ് ദ എൻഡ് ഓഫ് ലൈഫ് ഡിവൈഡ് ബൈ 2. അപ്പൊ കോസ്റ്റ് ഇല്ല എന്ന് വിചാരിച്ചോ, അപ്പൊ നമ്മളവിടെ 0 ആക്കി ആഡ് ചെയ്ത് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പൊ ചില ആളുകൾ ചോദിക്കുമ്പോൾ ബിൽഡിംഗ് ആകുമ്പോൾ അവിടെ സ്ക്രാപ്പ് ഉണ്ടാവുമെന്ന്. ബിൽഡിംഗ് ആകുമ്പോൾ ആവറേജ് കാണാൻ അതേ വില തന്നെ കിട്ടുകയാണെങ്കിൽ ആവറേജ് ഇൻവെസ്റ്റ്മെന്റ് അത് തന്നെയാവും. ചുരുക്കി പറഞ്ഞാൽ എങ്ങനെയാ, 1 ലക്ഷം രൂപ ഇപ്പൊ മുടക്കി 10 കൊല്ലം കഴിഞ്ഞ് ഇതിന് 1 ലക്ഷം തന്നെ കിട്ടുമെങ്കിൽ ആവറേജ് ഇൻവെസ്റ്റ്മെന്റ് 1 ലക്ഷം തന്നെയാണ്. എങ്ങനെ വരിക, 1 ലക്ഷം പ്ലസ് വിൽക്കുന്ന സമയത്ത് 1 ലക്ഷം കിട്ടുന്നുണ്ട് സ്ക്രാപ്പ്. സ്ക്രാപ്പ് എന്ന് പറയാൻ പറ്റില്ലെങ്കിലും ആ സമയത്ത് അതിന്റെ വില അതാണ് ഉദ്ദേശിച്ചത്. 1 1 2 2/2 അപ്പൊ ആവറേജ് അത് തന്നെയാണ്. ഇത് എന്തുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ആവറേജ് എടുക്കണോ ചോദിച്ചാൽ ഇത്രയേ ഉള്ളൂ. ആ പർട്ടിക്കുലർ സാധനത്തിന്റെ വാല്യൂവില് ഓരോ വർഷവും എന്താണ് ഡിപ്രീസിയേഷനോ അപ്രീസിയേഷനോ എന്തോ സംഭവം ചേഞ്ച് വരും. ആ ചേഞ്ച് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ അതിന് ആവറേജ് ഇൻവെസ്റ്റ്മെന്റ് കാണാൻ എന്താ നമ്മൾ ചെയ്യേണ്ടത്, മുടക്ക് മുതൽ പ്ലസ് അവസാനത്തിന് എന്ത് കിട്ടും അതും കൂടെ കൂട്ടിയിട്ട് എന്ത് ചെയ്യുക, 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ക്ലിയർ ആണോ? എങ്ങനെയാണ്, what is ARR? ARR is also called accounting rate of return and average rate of return. അല്ലേ? ARR can be calculated by, എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാ, average income divided by average investment. How to calculate average income? Total income during the life divided by life, അല്ലേ, number of years. അങ്ങനെയല്ലേ? അല്ലേ? yes, divide by average income divided by, how to calculate average investment? cost at the end of life, cost at the end of life രണ്ടും തരും. തന്നില്ലെങ്കിൽ അവിടെ 0 ഇട്ട് ചെയ്യണം. മറക്കരുത്, 0 ഇട്ട് ചെയ്യണം. അതിന്റെ അർത്ഥം എന്താ വെച്ചാൽ ഈ സാധനം ഡിപ്രീസിയേറ്റ് ചെയ്ത് 0 ആയിട്ട് മാറി, അതിനൊരു വില ഇല്ലാതായിട്ട് മാറി. അപ്പൊ അതിന്റെ ആവറേജ് എന്ന് പറഞ്ഞാല് തുടക്കം എത്രയാണോ പ്ലസ് 0/2 ആണ്. അതാണ് ആവറേജ് ഇൻവെസ്റ്റ്മെന്റ്. കാരണം അവിടെ ഡിപ്രീസിയേറ്റ് ചെയ്ത് ഇങ്ങനെ പോരുകയാണ്. അപ്പൊ നമുക്ക് വേണ്ടത് ഓരോ വർഷത്തെ ആവറേജ് ആണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം, ഒറിജിനൽ കോസ്റ്റിന്റെ മുകളിൽ കോസ്റ്റ് അറ്റ് ദ എൻഡ് ഓഫ് ലൈഫും കൂടെ കൂട്ടിയിട്ട്, സ്ക്രാപ്പ് എന്നും ചിലതിൽ തരും, അത് കൂട്ടിയിട്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. സ്ക്രാപ്പ് തന്നില്ലെങ്കിലോ കോസ്റ്റ് അറ്റ് ദ എൻഡ് ഓഫ് ലൈഫ് തന്നില്ലെങ്കിൽ 0 ആയിട്ട് പരിഗണിച്ച് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യൽ നിർബന്ധമാണ്. ഓക്കെ. ഇനി വേറെ സംഗതിയും കൂടെ, ചില പ്രോബ്ലങ്ങളിൽ നിങ്ങൾക്ക് പ്രോഫിറ്റ് ബിഫോർ ടാക്സ് തരും, സോറി ബിഫോർ ഡിപ്രീസിയേഷൻ തരും. നിങ്ങൾ അതിനെ ആഫ്റ്റർ ഡിപ്രീസിയേഷൻ ആക്കി മാറ്റണം. ടാക്സ് നിങ്ങൾ പരിഗണിക്കണ്ട. ഓക്കെ, അത് പ്രത്യേകിച്ച് നോക്കേണ്ട ആവശ്യമില്ല. അത് ആൾറെഡി ഡിഡക്ട് ചെയ്തിട്ടായിരിക്കും തന്നിട്ടുണ്ടാവുക. അപ്പൊ ഏണിംഗ് ബിഫോർ ഡിപ്രീസിയേഷൻ ആവും പൊതുവെ തരിക. അപ്പൊ അത് ആഫ്റ്റർ ഡിപ്രീസിയേഷൻ ആക്കി മാറ്റിയിട്ട് നിങ്ങൾ പ്രോബ്ലം ചെയ്യുക. ചില പ്രോബ്ലത്തിൽ നേരിട്ട് ഏണിങ്സ് ആഫ്റ്റർ ഡിപ്രീസിയേഷൻ തരും, പിന്നെ ഒന്നും ചെയ്യാനില്ല. അപ്പൊ നേരിട്ടാണ് എടുത്ത് ചെയ്താൽ മതി. ബിഫോർ ഡിപ്രീസിയേഷൻ ആണ് എന്താക്കി മാറ്റുക, ബിഫോർ ഡിപ്രീസിയേഷൻ ആണ് എന്താക്കി മാറ്റുക,
ഡിപ്രീസിയേഷനുകൾക്ക് ഏതിനൊക്കെ വരുള്ളൂ? ഫിക്സഡ് അസറ്റുകൾക്ക് അല്ലേ? അപ്രീസിയേഷൻ ഇല്ലാത്ത ബിൽഡിങ്ങുകൾക്കും ലാൻഡുകൾക്കും ഒന്നും വരില്ല. ബാക്കിയുള്ള മെഷീനറി, ഫർണിച്ചർ പോലുള്ള സാധനങ്ങൾക്ക് വരും. പൊതുവെ ഇങ്ങനെയുള്ള ഫിക്സഡ് അസറ്റുകളിലുമാണ് ARR അപ്ലൈ ചെയ്യാറ്. ഇതും കൂടെ ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. ഇത്രയും കൂടെ ഒന്നുകൂടെ വൺസ് അഗൈൻ പറയുകയാണെങ്കിൽ എത്രാമത്തെ മെത്തേഡാണ് പഠിച്ചു വരുന്നത്? നോൺ ഡിസ്കൗണ്ടിങ് ടെക്നിക്കിൽ എത്രാമത്തെ? മൂന്നാമത്തെ. എന്താ മൂന്നല്ല നാലാമത്തെ അല്ലേ? നാലല്ലേ? നാലാണ്. ARR is equal to average income divided by average investment. How to calculate average income? Average income എങ്ങനെ കണ്ടുപിടിക്കാം? Average income എങ്ങനെ കണ്ടുപിടിക്കാം? Total income during the life അല്ലേ? എത്ര വർഷത്തേക്ക് എത്ര ഇൻകം കിട്ടിയ ഒക്കെപ്പാടം കൂട്ടുക, ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ഇയേഴ്സ്. ക്ലിയർ ആണോ? യെസ്. ദെൻ ആവറേജ് ഇൻവെസ്റ്റ്മെന്റ് കാണാൻ ഒറിജിനൽ ഇൻവെസ്റ്റ്മെന്റ് പ്ലസ് കോസ്റ്റ് അറ്റ് ദ എൻഡ് ഓഫ് ലൈഫ്. കോസ്റ്റ് അറ്റ് ദ എൻഡ് ഓഫ് ലൈഫ് തന്നില്ലെങ്കിൽ 0 എടുത്ത് ചെയ്ത് രണ്ടോട്ട് ഡിവൈഡ് ചെയ്യണം. കമ്പൽസറി ആണ്. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഏർണിംഗ് ആഫ്റ്റർ ഡിപ്രീസിയേഷൻ ആണ് ഇവിടെ എടുക്കേണ്ടത്. പ്രോഫിറ്റ് ആഫ്റ്റർ ഡിപ്രീസിയേഷൻ ആണ് ടാക്സ്. മിക്കവാറും ബിഫോർ ഡിപ്രീസിയേഷൻ തരും. അപ്പൊ അതിനെ നിങ്ങൾ എന്ത് ചെയ്യുക? ആഫ്റ്ററിലേക്ക് മാറ്റി ചെയ്യണം. ഈ പ്രോബ്ലം ഇത് ഒരു പർട്ടിക്കുലേഴ്സ് വരക്കുക, രണ്ട് കോളം കൊടുക്കുക, പ്രൊജക്ട് എക്സും പ്രൊജക്ട് വൈയും. ഇനീഷ്യൽ കോസ്റ്റ് 40,000, എക്സിന് വൈക്ക് 60,000. കോസ്റ്റ് അറ്റ് ദ എൻഡ് ഓഫ് ലൈഫ് 5,000, 6,000. ദെൻ ഏർണിംഗ് ആഫ്റ്റർ ഡിപ്രീസിയേഷൻ. ഇവിടെ എന്താ തന്നെ? ആഫ്റ്റർ ഡിപ്രീസിയേഷൻ ആണ്. അപ്പൊ പിന്നെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. ഉണ്ടാ ഡിപ്രീസിയേഷൻ അഡ്ജസ്റ്റ് ചെയ്യണോ ഇനി? ബിഫോർ ഡിപ്രീസിയേഷൻ ആണെങ്കിൽ ആ പെർസെൻറ്റേജ് ഡിപ്രീസിയേഷൻ തന്നിട്ടുണ്ടാവും. അസറ്റിന്റെ വാല്യൂവിന്റെ മുകളിൽ പെർസെൻറ്റേജ് കാണാം. അങ്ങനെയാണോ? ഇനീഷ്യൽ കോസ്റ്റിന്റെ മുകളിൽ ആ പെർസെൻറ്റേജ് അപ്ലൈ ചെയ്തിട്ട്, ഫോർ എക്സാമ്പിൾ മെഷീനറിക്ക് 10,000 ആണ് വിചാരിച്ചാൽ 10,000ന്റെ 10% ഡിപ്രീസിയേഷൻ എങ്കിൽ ഓരോ വർഷം 1000 വെച്ച് ഡിപ്രീസിയേഷൻ വരും. അത് WDV ഉണ്ട്. അതൊക്കെ നമ്മൾ പഠിച്ചാണ് മുമ്പ്. ഓരോ വർഷം കുറഞ്ഞു 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 വരുന്നതൊക്കെ അക്കൗണ്ടിങ്ങിൽ അന്ന് നമ്മൾ എടുത്തപ്പോൾ പഠിച്ചതാണ്. അതേ മെത്തേഡ് തന്നെ. ഏർണിംഗ് ആഫ്റ്റർ ഡിപ്രീസിയേഷൻ ഫസ്റ്റ് ഇയറിൽ 5,000 to 8,000, സെക്കൻഡ് ഇയറിൽ 7,000 to 10,000, തേർഡ് ഇയറിൽ 6,000 to 7,000, ഫോർത്ത് ഇയറിൽ 6,000, 5,000 എഴുതിയെടുക്കി. അതിനുശേഷം ക്വസ്റ്റ്യൻ എഴുതി കമ്പ്യൂട്ട് ARR ആൻഡ് സജസ്റ്റ് വിച്ച് ഈസ് ബെസ്റ്റ് ഓർ ബെറ്റർ. ഏതിനാണോ ARR പെർസെൻറ്റേജ് കൂടുതൽ, ദാറ്റ് വിൽ ബി സെലക്ടഡ്. എഴുതിയെടുത്താ?
ഞാൻ പറയാട്ടാ. കഴിഞ്ഞ കുട്ടികളെ നമുക്ക് എന്താ കാണേണ്ട? ARR. ആദ്യം ഇക്വേഷൻ എഴുതി നോക്കിയേ. എന്താണ് ഇക്വേഷൻ? ആവറേജ് ഇൻകം ഡിവൈഡഡ് ബൈ ആവറേജ് ഇൻവെസ്റ്റ്മെന്റ് ഇൻറ്റു 100 കൊടുക്കാനുള്ള കാരണം വി ആർ എക്സ്പ്രസിങ് ദി റേഷ്യോ ഇൻ പെർസെൻറ്റേജ് അല്ലേ. നമുക്ക് ഈ റേഷ്യോ എക്സ്പ്രസ് ചെയ്യുന്നത് പെർസെൻറ്റേജിലാണ്. ആവറേജ് ഇൻകം എന്താണെന്ന് ജസ്റ്റ് വേണമെങ്കിൽ നോട്ട് ചെയ്ത് വെച്ചു. ആവറേജ് ഇൻകം എന്താ? ടോട്ടൽ ഇൻകം ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഇയേഴ്സ്. ടോട്ടൽ ഇൻകം ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ഇയേഴ്സ്. അതിന് താഴെ ആവറേജ് ഇൻവെസ്റ്റ്മെൻറ്റും കൂടെ എഴുതി വയ്ക്കുക. ഒറിജിനൽ ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലസ് കോസ്റ്റ് അറ്റ് ദ എൻഡ് ഓഫ് ലൈഫ് ഡിവൈഡഡ് ബൈ 2. ഇക്വേഷൻ 3 എഴുതി വയ്ക്കാം. ഏതൊക്കെ 3 ഇക്വേഷൻ? നമുക്ക് ആവറേജ് ഇൻകം ഡിവൈഡ് ബൈ ആവറേജ് ഇൻവെസ്റ്റ്മെന്റ് കൊടുക്കണം. അപ്പോൾ ആവറേജ് ഇൻകം കിട്ടണം, അതിന്റെ ഇക്വേഷൻ എഴുതി വെക്കുക. ആവറേജ് ഇൻവെസ്റ്റ്മെന്റ് അറിയണം, അതിന്റെ ഇക്വേഷൻ എഴുതി വെക്കുക. ഇക്വേഷൻ എഴുതിയാൽ നേരെ പ്രോബ്ലം ചെയ്ത് തുടങ്ങാം. ഒരു പ്രശ്നമല്ല. പ്രൊജക്റ്റ് എക്സ് എന്ന് കൊടുക്കുക. ആദ്യം ആവറേജ് ഇൻകം കാണണം, പിന്നെ ആവറേജ് ഇൻവെസ്റ്റ്മെന്റ് കാണണം. ആവറേജ് ഇൻകം കണ്ടിട്ട് ആവറേജ് ഇൻവെസ്റ്റ്മെന്റും കണ്ടതിന് ശേഷം നമ്മൾ അത് ARRലേക്ക് അപ്ലൈ ചെയ്യുന്നു. ARR is equal to average income divided by average investment into 100 കൊടുത്തിട്ടുണ്ടാവണം. Average investment is equal to original investment plus cost at the end of life divided by 2. Then average income is equal to total income divided by number of years. ഏത് വരെ എത്തി? ഇക്വേഷൻ എഴുതിയോ? ആദ്യം ഏതിൻ്റെ കാണാം? എക്സിൻ്റെ കാണാം. എക്സിൻ്റെ ആദ്യം ആവറേജ് ഇൻകം കാണേ. ആവറേജ് ഇൻകം എങ്ങനെ കാണാൻ? നമ്മൾ മുകളിൽ എഴുതി വെച്ചിട്ടുണ്ട്. ക്വസ്റ്റ്യൻ എടുത്തു കഴിഞ്ഞാൽ അറിയാൻ പറ്റും അല്ലേ? ടോട്ടൽ ഇൻകം എത്ര നോക്കി? എക്സിൻ്റെ 5000 ഉണ്ട്, ഒരു 7000 ഉണ്ട്, ഒരു 6000 ഉണ്ട്, ഒരു 6000 ഉണ്ട്. 12, 19, 24 ആണോ? 24,000ന് 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 6000. അപ്പൊ ആവറേജ് ഇൻകം 6000 കിട്ടിയോ? ആവറേജ് ഇൻവെസ്റ്റ്മെന്റോ? ഇനീഷ്യൽ കോസ്റ്റ് 40,000 ഉണ്ട്, കോസ്റ്റ് അറ്റ് ദ എൻഡ് 5000 ഉണ്ട്. രണ്ടും കൂടെ കൂട്ടി 45 45 ആ 5000 എന്ന് പറയുന്നത് സ്ക്രാപ്പ് ആവാം കേട്ടോ. ഈ വാല്യൂ അറ്റ് ദ എൻഡ് ഓഫ് ലൈഫ് അങ്ങനെ പറയുന്നത്. 40,000 5000 കൂട്ടി 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു. എത്ര കിട്ടി? 22,500 കിട്ടിയോ? 40,000 5000 കൂട്ടിയിട്ട് 2 കൊണ്ട് 90,000 കിട്ടൂല. 40,000 5000 ആണ്. എന്നിട്ട് 2 കൊണ്ട് ഡിവൈഡ്. 45,000 ഡിവൈഡ് ബൈ 2 ആണ്. 22,500 വരുന്നുണ്ടോ? 22,500 വരുന്നുണ്ട്. ഗുഡ്. ഇനി എന്ത് ചെയ്യാ? ARR കണ്ടേ? ARR is equal to average income divided by average investment ആയിരുന്നു. ആവറേജ് ഇൻകം നമ്മൾ ആൾറെഡി കണ്ടുപിടിച്ചു. 6,000 ഡിവൈഡഡ് ബൈ ആവറേജ് ഇൻവെസ്റ്റ്മെന്റ് 22,500. സോ ആൻസർ വിൽ ബി എത്ര പെർസെൻറ്റേജ് കിട്ടുക? ഇൻറ്റു 100 ചെയ്താല് 26.66 അങ്ങനെ വരുന്നുണ്ടാവും. 6 ഉള്ളത് അങ്ങനെ പോണതാണ് റൗണ്ട് ചെയ്തിട്ട് 67 ആക്കാം.
26.67% നിർബന്ധമായിട്ട് ഇടണം. അത് ഇട്ടില്ലെങ്കിൽ ചെറിയൊരു മാർക്ക് നിങ്ങൾക്ക് നഷ്ടപ്പെടും. അപ്പൊ ആരുടേതായി? ഇനി ആരതാ? ഇനി വൈൻ്റെ എന്തിങ്ങനെ കിട്ടുക? ആവറേജ് ഇൻകം ഒന്ന് നോക്കി നോക്കി. 8000, 10000, 7000, 5000, 18, 25, 30 ആണോ? 30നെ 4 കൊണ്ട് അടിച്ചാൽ 7500. 7500 വെച്ചിട്ട് ആവറേജ് ഇൻവെസ്റ്റ്മെന്റ് എടുത്താലും 33,000 അല്ല ആവറേജ് ഇൻവെസ്റ്റ്മെന്റ് വരുന്നത്. ഇപ്പോൾ 22.72%. Yes, good. ഇരുപത്തിരണ്ട് പോയിന്റ് 72. ഈ ഇഷ്ടപ്രാപത്തിലൊക്കെ കുറെ പ്രശ്നങ്ങളുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ചിന്തിച്ചിരിക്കണോ എനിക്കറിയില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. എന്തെങ്കിലും പ്രശ്നം എന്തെങ്കിലും തോന്നിയാ? ആർക്കെങ്കിലും? ഇല്ല. ഈ സ്ഥാപനം ഈ ഒരു ഇതിൽ നഷ്ടമാണ്. ശ്രദ്ധിച്ചോ? എന്തുകൊണ്ടാ? എക്സ് എടുത്ത് നോക്ക്. എക്സിന് 40,000 റുപ്യ മുടക്ക് മുതലുണ്ടായിരുന്നു. ലാസ്റ്റ് വിൽക്കുമ്പോൾ 5,000 റുപ്യ കിട്ടുക. അപ്പൊ 35,000 റുപ്യ അവിടെ ബ്ലോക്കാ. പിന്നെ അവിടെ ആകെ കിട്ടിക്കണ എത്ര ഏണിങ്സ്? 5,000, 7,000, 12,000, 18,000, 6, 24. പക്ഷെ വേറെ സംഗതി ഉണ്ട് കേട്ടോ അവിടെ. ഇത് ലാഭാവാ. എന്തുകൊണ്ടാ വെച്ചാല് ഡിപ്രീസിയേഷൻ ഇവിടെ ചാർജ് ചെയ്തിരിക്കണം. ആ ഡിപ്രീസിയേഷൻ പൈസ ആർക്കും കൊണ്ടുപോയി കൊടുക്കുന്നില്ലല്ലോ. ആ 25,000 റുപ്യയും ഡിപ്രീസിയേഷൻ ആയിട്ട് ചാർജ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു ഇഷ്യൂ ഇല്ല. അല്ലാന്നുണ്ടെങ്കിൽ ഇതിൽ നിന്ന് നഷ്ടമാണ്. അല്ലാന്നുണ്ടെങ്കിൽ കേട്ടോ, ഡിപ്രീസിയേഷൻ ഉണ്ടായത് കൊണ്ട് നമുക്ക് വലിയ നഷ്ടമില്ല എന്ന് പറയാം. കാരണം ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്തു, ആ പൈസ അവിടെ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അത് മൈൻഡ് ചെയ്യണ്ട, നമ്മളിത് കണ്ടുപിടിക്കാം. 26.67ഉം 22.72 ഏതാ ബെസ്റ്റ്? താഴെ എഴുതണം. ഓൺ ദ ബേസ് ഓഫ് ARR ഏതാ ബെസ്റ്റ്? പ്രൊജക്ട് എക്സ്. ഗുഡ്. അപ്പൊ എക്സ് ആണ് ബെറ്റർ അല്ലേ? യെസ്. ബാക്കി നമുക്ക് നാളെ എടുക്കാം അല്ലേ? സമയം 37 മിനിറ്റ് ആയി. മതിയില്ലേ? ഏതായാലും ഒരു പ്രോബ്ലം ഉണ്ട്. ഈ ക്വസ്റ്റ്യൻ ഒന്ന് നിങ്ങൾ എഴുതാം. എങ്ങനെ? 15% ആണ്. ഈ ഒരു ക്വസ്റ്റ്യൻ എഴുതിയിരിക്കും കേട്ടോ. ഇത് നിങ്ങളൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് എഴുതി വെച്ചാൽ നമുക്ക് നാളെ ചെയ്യാം പ്രോബ്ലം. നിർബന്ധമായിട്ട് എഴുതിയെടുക്കണേ. ഒരു 5 മിനിറ്റ് കൊണ്ട് ഇത് എഴുതിയെടുക്കാവുന്നേ ഉള്ളൂ. അപ്പൊ നിങ്ങളൊന്ന് എഴുതിയെടുത്താൽ സ്ക്രീൻഷോട്ട് എടുത്തോളേ കേട്ടോ. ഓക്കെ.